Hello dear students, welcome back to ArcNX. Welcome back to Rapid Fire Series. അഞ്ചാമത്തെ സെഷനാണ്. 4 സെഷനും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് ഇന്നത്തെ സെഷൻ. ഓക്കെ, നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഹാസ് an amplitude A and a time period T. Then the time required by it to travel from x equal to A to x equal to A by 2s. അപ്പോൾ ഞാനിവിടെ സിമ്പിൾ ഹാർമോണിക് മോഷനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഈ മിഡിൽ പോയിന്റിന് നമ്മൾ മീൻ പൊസിഷൻ എന്ന് പറയും, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 0. എക്സ്ട്രീം പൊസിഷന് നമുക്ക് എക്സ് ഈക്വൽ ടു എ എന്ന് പറയാം, ലെഫ്റ്റ് എക്സ്ട്രീം ആണെങ്കിൽ മൈനസ് എന്ന് വിളിക്കുക അല്ലേ. അതിൻ്റെ മിഡിൽ പോയിന്റിനെ നമ്മൾ A/2 എന്ന് എടുത്തു, ഇവിടെയാണെങ്കിൽ അത് -A/2 ആണ്. ഓക്കെ, ഇനി ഞാൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ദ മീൻ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വയ്ക്കാം. മീൻ ടു എക്സ്ട്രീം, പിന്നെ എക്സ്ട്രീമിൽ നിന്ന് മീനിലേക്ക് വരും, മീൻ ടു എക്സ്ട്രീം, എക്സ്ട്രീമിൽ നിന്ന് മീനിലേക്ക് വരും. അതാണ് വൺ കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് ഓസിലേഷൻ. ഇപ്പം നമ്മളൊരു സിമ്പിൾ പെൻഡിൽ എടുത്തിട്ടേ മെയിൻ പൊസിഷനിൽ നിന്ന് എക്സ്ട്രീമിലേക്ക് പോവുക, എക്സ്ട്രീമിൽ നിന്ന് മീനിലേക്ക്, മീനിൽ നിന്ന് എക്സ്ട്രീമിലേക്ക്, എക്സ്ട്രീമിൽ നിന്ന് മീനിലേക്ക്. അപ്പോഴാണ് ഒരു ഫുൾ സൈക്കിൾ ഓഫ് ഓസിലേഷൻ ആവുക അല്ലേ. ഇതുപോലെ മീൻ ടു എക്സ്ട്രീം, എക്സ്ട്രീം ടു മീൻ, മീൻ ടു എക്സ്ട്രീം, എക്സ്ട്രീം ടു മീൻ. അതിനെടുക്കുന്ന ടൈമാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 1/4 ആയിട്ടുള്ള ഈ പോർഷൻ എടുക്കുന്ന ടൈം എത്രയായിരിക്കും? T/4 ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനെടുക്കുന്ന ടൈം എന്ന് പറയുന്നത് T/4 ആയിരിക്കും. 1/4 ഓഫ് ടൈം പീരീഡ് ആയിരിക്കും. ഓക്കെ, ഫുൾ സൈക്കിളിന് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് T ആണ്. അതിൽ ഒരു ക്വാർട്ടറിന് എടുക്കുന്ന ടൈം T/4 ആയിരിക്കും. ഇനി അതിൽ തന്നെ ഈ കാണുന്ന സെഗ്മെന്റിന് എടുക്കുന്ന ടൈം T/12 ആയിരിക്കും. ഇതിനെടുക്കുന്ന ടൈം T/12ഉം ഇതിനെടുക്കുന്ന ടൈം T/6ഉം ആയിരിക്കും. ഓക്കെ, അതെന്താ അങ്ങനെ വരുന്നത് എന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചാനൽ ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഞാൻ എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും T/4 തന്നെയാണ് കിട്ടുക. ഇതിൻ്റെ ഈ സെൻറ്ററിലെ പോർഷനിൽ പാർട്ടിക്കിൾ ആക്സിലറേറ്റഡ് ആണ്, കുറച്ചുകൂടെ സ്പീഡ് ഉണ്ടാവും, അതുകൊണ്ടാണ് അതിന് കുറവ് സമയം വേണ്ടി വരുന്നത്. അതായത് എയിൽ നിന്ന് A/2ലേക്ക് വരാൻ T/6 എടുക്കും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ T/12 ടൈം മതി. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇവിടെ വരാൻ T/12, ഇവിടെ നിന്ന് ഇവിടേക്ക് വരാൻ T/6. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ഇവരെന്താ പറയുന്നത്? ടൈം ടേക്കൺ ടു ഗോ ഫ്രം x ഈക്വൽ ടു A ടു x ഈക്വൽ ടു A/2. എയിൽ നിന്ന് A/2ലേക്ക്, കണ്ടോ, എയിൽ നിന്ന് A/2ലേക്ക് ഈ ഡിസ്റ്റൻസ്, അതിനെടുക്കുന്ന ടൈം എത്രയാ? 1/6 ഓഫ് ടൈം പീരീഡ് ആണ് കേട്ടോ. അപ്പോൾ ടൈം ടേക്കൺ ടു ഗോ ഫ്രം x ഈക്വൽ ടു A, x ഈക്വൽ ടു A എന്ന് പറയുന്നത് ഇവിടെയാണ്. അവിടെ നിന്ന് x ഈക്വൽ ടു A/2 വരെ പോവാൻ എടുക്കുന്ന ടൈം T/6 ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, T/6 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരിക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല പ്രാവശ്യം ഒരു 6-7 ടൈംസ് റിപ്പീറ്റഡ് ആയിട്ട് ഈ കോൺസെപ്റ്റിന് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ചാനലിൽ ചെയ്തിരിക്കുന്ന വീഡിയോയിൽ ഇതിൽ A/√2ലേക്ക് പോകാൻ എടുക്കുന്ന ടൈം കൂടി പറഞ്ഞിട്ടുണ്ട്. അത് T/8 ആയിരിക്കും. അതിൻ്റെ റെസ്റ്റ് ഓഫ് ദ ഡിസ്റ്റൻസിനും T/8 ആയിരിക്കും. അത് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നിങ്ങൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൺ എൻഡ് ഓഫ് എ ലോങ് മെറ്റാലിക് വയർ ഓഫ് ലെങ്ത് L. ഒരു വയർ ഉണ്ട് കേട്ടോ, അതിൻ്റെ ലെങ്ത് L. ദ അതർ എൻഡ് ഇസ് കണക്റ്റഡ് ടു എ മാസ്ലെസ് സ്പ്രിങ്. അപ്പം ഞാനിവിടെ വരച്ച് കാണിക്കാം. ഇതുപോലെ റൂഫിൽ നിന്ന് ഒരു വയർ ഇതുപോലെ സസ്പെൻഡ് ചെയ്തിരിക്കുക, കണ്ടോ, ഒരു വയർ സസ്പെൻഡ് ചെയ്തിരിക്കുക. വൺ എൻഡ് ഓഫ് എ ലോങ് മെറ്റാലിക് വയർ ടൈറ്റ് ടു ദ സീലിംഗ് ആണ്. ദ അതർ എൻഡ് ഇസ് കണക്റ്റഡ് ടു എ മാസ്ലെസ് സ്പ്രിങ്. മറ്റേ എൻഡ് നമ്മളൊരു സ്പ്രിങ്ങിനോട് കണക്ട് ചെയ്യുക, ഇങ്ങനെ കണ്ടോ, മാസ്ലെസ് സ്പ്രിങ്. എന്നിട്ട് എന്താ പറയുന്നത്? എ മാസ് M ഹാങ്സ് ഫ്രീലി ഫ്രം ദ ഫ്രീ എൻഡ് ഓഫ് ദ സ്പ്രിങ്. ഇതിൻ്റെ അറ്റത്ത് ഒരു മാസും കൂടെ സസ്പെൻഡ് ചെയ്തിടുന്നുണ്ട്, ഇങ്ങനെ കണ്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഇഫ് ദ മാസ് ഇസ് സ്ലൈറ്റ്ലി പുൾ ഡൗൺ ആൻഡ് റിലീസ്ഡ്, ഈ മാസിനെ നമ്മൾ താഴേക്ക് വലിക്കുക, താഴേക്ക് വലിച്ചിട്ട് റിലീസ് ചെയ്തു, എന്ത് ചെയ്യും? അത് മുകളിലേക്കും താഴേക്കും സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യും അല്ലേ, അപ്പ് ആൻഡ് ഡൗൺ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇറ്റ് വിൽ ഓസിലേറ്റ് വിത്ത് എ ടൈം പീരീഡ് ഈക്വൽ ടു, ടൈം പീരീഡ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിവിടെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ അറിയാം. 2π × √m/k എന്ന് പഠിച്ചിട്ടുണ്ട്. ഇതൊരു സിസ്റ്റമാണ് ഈ കാണുന്നത് അല്ലേ, രണ്ട് പേര് ചേർന്ന ഒരു സിസ്റ്റമാണ്. ഇവിടെ ഒരു വയറും പിന്നെ ഇവിടെ ഒരു സ്പ്രിങ്ങും, കണ്ടോ. അപ്പോൾ രണ്ടുപേരെ നമ്മൾ സീരീസ് കോമ്പിനേഷനിൽ എടുക്കണം. ഈ വയറും ഈ സ്പ്രിങ്ങും സീരീസ് കോമ്പിനേഷനിലാണ്. ഒന്നിൻ്റെ അറ്റത്താണല്ലോ മറ്റേ കണക്ട് ചെയ്തിരിക്കുന്നത്. സീരീസ് കോമ്പിനേഷൻ്റെ ഇഫക്റ്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. 1/ks is equal to 1/k1 plus 1/k2, അല്ലെങ്കിൽ ks is equal to k1 k2 by k1 plus k2. അത് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊന്ന് എഴുതട്ടെ കേട്ടോ. ആദ്യം തന്നെ സ്പ്രിങ് കോൺസ്റ്റന്റ് ഓഫ് സ്പ്രിങ് എഴുതാം. സ്പ്രിങ് കോൺസ്റ്റന്റ് ഓഫ് സ്പ്രിങ് എന്താ? അത് k എന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
ഇനി വയറിൻ്റെ കാര്യം നോക്കാവേ. വയറിന് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? YL ഡിവൈഡഡ് ബൈ AL നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് പഠിക്കുന്നുണ്ട്. ഓക്കെ, F ഇസ് ഈക്വൽ ടു YL ഡിവൈഡഡ് ബൈ AL എന്ന് പഠിക്കുന്നുണ്ട്. ഓക്കെ, അതിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ എഫിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. സോറി, യങ്സ് മോഡുലസ് ഈക്വൽ ടു FL ഡിവൈഡഡ് ബൈ AL. യങ്സ് മോഡുലസിനെ നമ്മൾ യങ്സ് മോഡുലസ് ഈക്വൽ ടു FL ഡിവൈഡഡ് ബൈ A ഡെൽറ്റ L ഇങ്ങനെ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ഫോഴ്സ് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും? YAL ഡിവൈഡഡ് ബൈ L എന്ന് വരും. ശരിയാണല്ലോ, YA ബൈ L ഇൻറ്റു L. ഓക്കെ, അപ്പോൾ ഈ വയറിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇതിലൊരു റിസ്റ്റോറിങ് ഫോഴ്സാണ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ റിസ്റ്റോറിങ് ഫോഴ്സ് ആകുമ്പോൾ ഇവിടെ ഞാനൊരു നെഗറ്റീവ് സൈനും കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എന്ത് ഫോമില കിടക്കുന്നറിയോ? F ഇസ് ഈക്വൽ ടു -KL ഫോമിലാണ് അല്ലേ. എഫ് ഹൂക്സ് ലോ എന്ന് പറയും -KX. F ഇസ് ഈക്വൽ ടു -KX ഫോമിൽ അല്ലെങ്കിൽ -KL ഫോമിൽ. F ഈസ് ഈക്വൽ ടു -K ഇൻറ്റു L. കണ്ടോ? അപ്പോൾ കെയുടെ വാല്യൂ എത്രയാണ് അവിടെ വരിക? കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കെയുടെ പ്ലേസിൽ കിടക്കുന്നത്, കെ ഓഫ് വയർ കിടക്കുന്നത് YA ബൈ L ആണ് കേട്ടോ. YA ബൈ L കണ്ടോ? ഒന്നുകൂടി ഞാൻ പറയാം, ഈ കിടക്കുന്ന എഫ് എന്ന് പറയുന്നത് മൈനസ് ഇത് മുഴുവനും കൂടി കെ, ഇത് എൽ, KL ഫോമിലാണ്. അപ്പോൾ കെയുടെ പ്ലേസിൽ YA ബൈ L എന്ന് കിട്ടി. ഇനി നമുക്ക് ഇഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ ഇഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യാം? K1 K2 ബൈ K1 പ്ലസ് K2 ഇഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് സീരീസ് കോമ്പിനേഷനിൽ അല്ലേ. ഓക്കെ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ വരിക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു K1 K2. സ്പ്രിങ്ങിൻ്റെ ഇവിടെ K ആണ്, രണ്ടാമത്തെ ആളുടെ YA ബൈ L ആണ് കേട്ടോ. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാം. K ഇൻറ്റു YA ബൈ L ബൈ K പ്ലസ് YA ബൈ L. കണ്ടോ? ഒന്നുമില്ല, K1 K2 ബൈ K1 പ്ലസ് K2. സീരീസ് കോമ്പിനേഷനിൽ K1 K2 ഡിവൈഡഡ് ബൈ K1 പ്ലസ് K2 എന്ന് എടുക്കാം. K1 സ്പ്രിങ്ങിൻ്റെയും K2 വയറിൻ്റെയാണ് കേട്ടോ. അപ്പോൾ രണ്ടും ഞാൻ സിംപ്ലിഫൈ ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു, സിംപ്ലിഫൈ ചെയ്യാം, മുകളിൽ KYA ബൈ L. കണ്ടോ? ഇവരെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. KYA ബൈ L. താഴെ LCM എടുക്കുമ്പോൾ ഈ L ഇങ്ങോട്ട് വരും. അപ്പോൾ അതെന്താവും? KL പ്ലസ് YA ഡിവൈഡഡ് ബൈ L. ഒരെല്ലും കൂടെ കട്ട് ചെയ്ത് കളയാം അവിടെ വെച്ച്. ഫൈനലി എന്താ കിട്ടുക? നമുക്ക് കിട്ടുന്നത് KYA ഡിവൈഡഡ് ബൈ KL പ്ലസ് YA എന്നാണ് കിട്ടുക കേട്ടോ. ഇത് ഇഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റൻ്റാണ്. അപ്പോൾ നമുക്ക് ടൈം പീരീഡ് എഴുതാം. 2π ഇൻറ്റു റൂട്ട് ഓഫ് M/K എന്ന് എഴുതി ഇവിടെ അല്ലേ. ടൈം പീരീഡ് 2π ഇൻറ്റു റൂട്ട് ഓഫ് M/KS എന്ന് എഴുതിയത്. M/KS ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ KS KYA ബൈ KL പ്ലസ് YA. KYA ബൈ KL പ്ലസ് YA ഇന്ന് റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ 2π ഇൻറ്റു റൂട്ട് ഓഫ്, ഓൾറെഡി അവിടെ M ഉണ്ട്, ഈ കാണുന്നയാൾ മുകളിലേക്ക് പോകും റെസിപ്രോക്കൽ എടുക്കുമ്പോൾ. അപ്പോൾ എന്താ കിട്ടുക? KL പ്ലസ് YA ഡിവൈഡഡ് ബൈ KYA എന്ന് കിട്ടും. സോ ഫൈനൽ ആൻസർ 2π ഇൻറ്റു റൂട്ട് ഓഫ് M ഇൻറ്റു KL പ്ലസ് YA ഡിവൈഡഡ് ബൈ KYA എന്ന് കിട്ടും. 2π ഇൻറ്റു റൂട്ട് ഓഫ് ഈ കാണുന്ന റൂട്ട് കാണുന്നതിന് പകരം റേസ് ടു ഹാഫ് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ റേസ് ടു ഹാഫ് എന്ന് പറഞ്ഞാൽ റൂട്ടാണ്. 2π ഇൻറ്റു പിന്നെ M ഇൻറ്റു KL പ്ലസ് YA ബൈ KYA. M ഇൻറ്റു KL പ്ലസ് YA ഡിവൈഡഡ് ബൈ KYA. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ 2. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ. പ്രീവിയസ് IIT ക്വസ്റ്റൻ കൂടിയാണ്. അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് നീറ്റിന് കേട്ടോ. അടുത്ത ക്വസ്റ്റൻ, ഇത് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അറിയാം ഈ ക്വസ്റ്റൻ ആൻസർ. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് എ ഫ്രീക്വൻസി F. ദ ഫ്രീക്വൻസി വിത്ത് വിച്ച് കൈനറ്റിക് എനർജി ഓസിലേറ്റ്സ്. സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻ ആണ്. ഫ്രീക്വൻസി ഓഫ് കൈനറ്റിക് എനർജി എന്ന് ചോദിച്ചാലും ഫ്രീക്വൻസി ഓഫ് പൊട്ടൻഷ്യൽ എനർജി എന്ന് ചോദിച്ചാലും 2 ടൈംസ് ഫ്രീക്വൻസി ഓഫ് SHM ആയിരിക്കും കേട്ടോ. ഇതൊരു സ്റ്റാൻഡേർഡ് ഷോർട്ട് കട്ടായിട്ട് തന്നെ പഠിച്ചു വെച്ചോ. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിലും വരുന്നുണ്ട് കേട്ടോ. ഫ്രീക്വൻസി ഓഫ് കൈനറ്റിക് എനർജി ഓസിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഓസിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2 ടൈംസ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഫ്രീക്വൻസി ആയിരിക്കും കേട്ടോ. ഒരിക്കലും അത് നീറ്റിന് ടൈം പീരീഡ് ബേസ് ചെയ്ത് ചോദിച്ചു. അപ്പോൾ ആ ടൈം പീരീഡ് ബേസ് ആണെങ്കിൽ എങ്ങനെ എഴുതും? ഇതിനെ 1/, ടൈം പീരീഡ് ഓഫ് കൈനറ്റിക് എനർജി എന്ന് എഴുതാം. കണ്ടോ? ഫ്രീക്വൻസി ഓഫ് കൈനറ്റിക് എനർജി 1/, ടൈം പീരീഡ് എന്ന് എഴുതാമല്ലോ. ഇസ് ഈക്വൽ ടു ഇതിനെ 1/, ടൈം പീരീഡ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി എന്ന് എഴുതാം. കണ്ടോ? ഇസ് ഈക്വൽ ടു 2 അവിടെ നിൽക്കട്ടെ. ഫ്രീക്വൻസി ഓഫ് SHM 1/, ടൈം പീരീഡ് ഓഫ് SHM എന്ന് എഴുതാം.
ഓക്കെ, ഇനി നമുക്ക് ഇവരെ കണക്ട് ചെയ്ത് വേണമെങ്കിൽ ഇക്വേഷൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇവരെയും തമ്മിൽ കണക്ട് ചെയ്ത് ഇക്വേഷൻ ഉണ്ടാക്കാം. അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് കേട്ടോ. ഇവിടെ ആൻസർ വരുന്നത് കൈനറ്റിക് എനർജി ഓസിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി ആണ്. അപ്പോൾ 2F ആയിരിക്കും ആൻസർ വരിക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. കുറേ വർഷം ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണത്. അടുത്ത ദിവസം നോക്കാം നമുക്ക്. എ സിമ്പിൾ പെൻഡുലം ഹാസ് എ ടൈം പീരീഡ് T in vacuum. Its time period is when it is completely immersed in a liquid of 1/8 of density of the material. അപ്പോൾ ടൈം പീരീഡിൻ്റെ കേസ് പറയാം. ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എന്താ? 2π × √L/g ആണ്. ഇത് എയറിലെ ടൈം പീരീഡാണ്. ഒരു സിമ്പിൾ പെൻഡുലം എയറിൽ ഓസിലേറ്റ് ചെയ്താലുള്ള ടൈം പീരീഡാണ്. ലിക്വിഡിനകത്താണെങ്കിലോ, ലിക്വിഡിനകത്താണെങ്കിൽ ഇക്വേഷൻ ഇതാണ്. ഒരു ലിക്വിഡിനകത്ത്, വെള്ളത്തിനകത്താന്ന് വയ്ക്കുക, 2π × √L/g × 1 - σ/ρ. ഓക്കെ, അതിൽ സിഗ്മ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡും റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദ ബോബും ആണ് കേട്ടോ. ഇവിടെ പറയുന്നുണ്ട് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് എന്താ? ഡെൻസിറ്റി ഇൻ ദ ലിക്വിഡ് ഓഫ് ഡെൻസിറ്റി 1/8 ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ ബോബ്. അപ്പം ലിക്വിഡിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1/8 ഓഫ് ഡെൻസിറ്റി ഓഫ് ദ ബോബ്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെയല്ലേ? ഇത് നോക്കൂ, immersed in a liquid of density 1/8 of material of the bulb. Liquid of density 1/8 of ലിക്വിഡിൻ്റെ ഡെൻസിറ്റി 1/8 ഓഫ് ഡെൻസിറ്റി ഓഫ് മെറ്റീരിയൽ ആണ് കേട്ടോ ബോബിൻ്റെ. അപ്പോൾ സിഗ്മ, അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി, മുകളിൽ എഴുതുന്ന എപ്പോഴും ചെറുതായിരിക്കണം, എന്നാലേ മൈനസ് എടുക്കുമ്പോൾ നെഗറ്റീവ് വരാതിരിക്കും. ഓക്കെ, സോ നമുക്ക് സിംപ്ലിഫൈ നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2π × √L/g × 1 - സിഗ്മയ്ക്ക് പകരം എന്താ ഇവിടെ? ρ/8 കൊടുക്കുക കേട്ടോ. ρ/8, താഴെ ഓൾറെഡി ഒരു റോ ഉണ്ട്. ഇതാ ഈ സിഗ്മയ്ക്ക് പകരം ρ/8 കൊടുത്ത് താഴെയുള്ള റോ അങ്ങനെ തന്നെ എഴുതി. സിംപ്ലിഫൈ ചെയ്യാം. എന്താ കിട്ടുക? സിഗ്മ റോയും കട്ട് ചെയ്തു. അപ്പോൾ എന്താ വരിക? ഞാൻ ഈ സൈഡിൽ എഴുതാം കേട്ടോ. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π × √L/g × ബാക്കി ഇവിടെ എന്താ ഉള്ളത്? 1 - 1/8. കണ്ടോ? 1 - 1/8 എന്ന് പറഞ്ഞാൽ 7/8 ആണ് കേട്ടോ. എന്നോട് എഴുതി കാണിക്കാം. 1 - 1/8. LCM എടുത്ത 8 വരും, മുകളിൽ 8 - 1 വരും, 7/8 എന്ന് കിട്ടും. കണ്ടോ? അപ്പോൾ 7/8 ആണ്. ഒന്ന് റെസിപ്രോക്കൽ എടുത്താൽ 2π × √L/g × ഈ നിൽക്കുന്ന 7/8 റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 8/7 ആയി മാറും. ആ 8/7 മാത്രം ഞാൻ മാറ്റി നിർത്തി കേട്ടോ. 8/7 മാത്രം മാറ്റി നിർത്തി. ബാക്കിയുള്ളത് ആരാ? 2π √L/g. അത് പഴയ ടൈം പീരീഡ് അല്ലേ? എയറിലെ ടൈം പീരീഡ് അല്ലേ? 2π √L/g. അപ്പോൾ എന്ത് കിട്ടും ആൻസർ? √8/7 × t എന്ന് കിട്ടും. √8/7 × t എന്ന് കിട്ടും. ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, √8/7 t എന്ന് കിട്ടും. ഓർക്കേണ്ടത് ടൈം പീരീഡ് വെൻ ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ അല്ലെങ്കിൽ ലിക്വിഡ് എന്ന് പറയുന്നത് ഇതാണ് ഇക്വേഷൻ. 2π × √L/g × 1 - σ/ρ. സിഗ്മ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡും റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദ ബോബും ആണ്. ഇവർ പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് 1/8 ഓഫ് ഡെൻസിറ്റി ഓഫ് ദ ബോബ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If the length of seconds pendulum is decreased by 2%, how many seconds it will lose per day? ഇപ്പോൾ ലെങ്ത് ഓഫ് പെൻഡുലം is decreased by 2%. അപ്പോൾ ഞാൻ ടൈം പീരീഡ് ഒന്ന് എഴുതി നോക്കാം കേട്ടോ. ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ 2π √L/g. ശരിയല്ലേ? അപ്പം ഞാനിതിൽ പെർസെൻറ്റേജ് ചേഞ്ച് അവർ പറയുന്നത്. പെർസെൻറ്റേജ് ചേഞ്ച് കൊണ്ടുവരാൻ പോവുക. എങ്ങനെ പെർസെൻറ്റേജ് ചേഞ്ച് കൊണ്ടുവരിക? പെർസെൻറ്റേജ് ചേഞ്ച് എഴുതുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ∆T/T × 100 is equal to, ഇവിടെ 2-വിൽ ചേഞ്ച് ഇല്ലല്ലോ, കോൺസ്റ്റൻ്റ് അല്ലേ. പൈയിലും ചേഞ്ച് ഇല്ല. ഞാൻ ഇതിൽ ചേഞ്ച് എഴുതാൻ പോവാം കേട്ടോ. കാരണം അവർ ചോദിക്കുന്നത് ഹൗ മെനി സെക്കൻഡ്സ് ഇറ്റ് വിൽ ലൂസ് പെർ ഡേ എന്നാണ്. ഓക്കെ, ടൈമിലുള്ള ചേഞ്ചാണ് ചോദിക്കുന്നത്. ഹൗ മെനി സെക്കൻഡ്സ്, ഓപ്ഷൻസ് എല്ലാം നോക്കൂ, സെക്കൻഡ്സിലെ ചേഞ്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ്സിൻ്റെ ചേഞ്ച് കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഈക്വൽ ടു 2-വിന് ചേഞ്ച് വരില്ല, കോൺസ്റ്റൻ്റ് ആണ്. പൈക്ക് ചേഞ്ച് വരില്ല, അതും കോൺസ്റ്റൻ്റ് ആണ്. ജി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിനും ചേഞ്ച് വരില്ല. പിന്നെ √L ഉള്ളത് കേട്ടോ. √L വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ഹാഫ് എഴുതണം. √L എന്ന് പറയുന്നത് L⁻² അല്ലേ. നമ്മൾ എറർ എഴുതുമ്പോൾ എപ്പോഴും ആദ്യം പവർ എഴുതണം, പഠിച്ചിട്ടുണ്ട് അല്ലേ. പവർ ഇൻറ്റു എററിനെൽ എഴുതിയാൽ മതി. എററിനെൽ എത്രയാ? ∆L/L × 100. എല്ലിലുള്ള ചേഞ്ച്
ഈ ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100 എന്ന് പറയുന്നത് എല്ലിൽ വന്ന ചേഞ്ച് ആണ്, എല്ലിൽ വന്ന പെർസെൻറ്റേജ് ചേഞ്ച് ആണ്. ദ ലെങ്തിൻ്റെ പെർസെൻറ്റേജ് ചേഞ്ച് 2 ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക കേട്ടോ. 1/2 ഇൻറ്റു 2, ഈ നിൽക്കുന്ന എല്ലാവരും കൂടെ ചേർന്നിട്ട് 2 ആണ്. കണ്ടോ? അത് എവിടുന്നാണ് കിട്ടിയത്? ഇത് തന്നിരിക്കുന്ന ലെങ്ത്തിലെ പെർസെൻറ്റേജ് ചേഞ്ചാ. ലെങ്ത്തിലെ പെർസെൻറ്റേജ് ചേഞ്ച് പറയുന്നത് 2 എന്നാ. കണ്ടോ? അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക? ഇവിടെ 2ഉം 2ഉം കട്ട് ചെയ്താൽ 1% എന്ന് വരും. കണ്ടോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡെൽറ്റ ടി ബൈ ടി. ഇപ്പോൾ ഡെൽറ്റ ടി ബൈ ടി ഇൻറ്റു 100 എന്നുള്ളത് 1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഡെൽറ്റ ടി കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഈ ടി റൈറ്റിലേക്ക് വരട്ടെ, 100 താഴേക്ക് പോട്ടെ. ടി ഡിവൈഡ് ബൈ 100. കണ്ടോ? അവർ ചോദിക്കുന്ന അതാണ്, എത്ര സെക്കൻഡ്സ് ലോസ്റ്റ് ആയി എന്ന്. ഹൗ മെനി സെക്കൻഡ്സ് ഇറ്റ് വിൽ ലൂസ് പെർ ഡേ. ഒരു ദിവസത്തിൽ എത്ര സെക്കൻഡ്സിൻ്റെ ഡിഫറൻസ് വരും എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ടി കൊടുക്കാം. ഒരു ദിവസം എന്നല്ലേ പറയുന്നത്, പെർ ഡേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെർ ഡേ ആണെങ്കിൽ 24 hours എന്ന് എടുക്കണം. പെർ മന്ത് ആണെങ്കിൽ 30 days എന്ന് എടുക്കണം. പെർ ഇയർ ആണെങ്കിൽ 365 days എന്ന് കൊടുക്കണം. അപ്പോൾ ഇവിടെ 24 hours ആണ് കേട്ടോ. പക്ഷേ SI സിസ്റ്റത്തിലാക്കാൻ വേണ്ടി ഞാൻ മിനിറ്റിലോട്ട് മാറ്റാൻ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വീണ്ടും സെക്കൻഡ്സിലോട്ട് മാറ്റാൻ ഒരു 60 കൂടി മൾട്ടിപ്ലൈ ചെയ്യണം, ഡിവൈഡഡ് ബൈ 100. ഒരു സീറോ കട്ട് ചെയ്തു, ഒരു സീറോ കട്ട് ചെയ്തു. 24 ഇൻറ്റു 6 ഇൻറ്റു 6, 6 36, 36 24, 864 സെക്കൻഡ്സ് എന്ന് വരും. അപ്പോൾ ഒരു ദിവസത്തിൽ 864 സെക്കൻഡ്സിൻ്റെ വ്യത്യാസം വരും. നമുക്ക് നോക്കാം. യെസ്, ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പോൾ ചോദിച്ചിരിക്കുന്ന അതാണ്, ലെങ്ത്തിൽ 2% ചേഞ്ച് വന്നാൽ ഹൗ മെനി സെക്കൻഡ്സ് വിൽ ഇറ്റ് ലൂസ് പെർ ഡേ. ഒരു ദിവസത്തിൽ എത്ര സെക്കൻഡ്സിൻ്റെ വ്യത്യാസം വരും? 864 സെക്കൻഡ്സിൻ്റെ വ്യത്യാസം വരും. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ദ റിസൾട്ടന്റ് ഓഫ് 2 റെക്ടാങ്കുലർ സിമ്പിൾ ഹാർമോണിക് മോഷൻസ് ഓഫ് സെയിം ഫ്രീക്വൻസി. അപ്പോൾ സെയിം ഫ്രീക്വൻസി എന്ന് അവർ പറയുന്നുണ്ട് കേട്ടോ. ആൻഡ് അൺഈക്വൽ ആംപ്ലിറ്റ്യൂഡ്സ് ബട്ട് ഡിഫറിങ് ഇൻ ഫേസ് ബൈ π/2. അപ്പോൾ 2 സിമ്പിൾ ഹാർമോണിക് മോഷൻസ് ആണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻസ് ആണ്. ഞാനൊന്ന് എഴുതാം കേട്ടോ. ആദ്യത്തെ ആളെ എക്സ് ഇസ് ഈക്വൽ ടു, ആദ്യത്തെ ആളെ ഞാൻ എക്സ് എന്ന് എഴുതുക. എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്ന് എഴുതി. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ നമുക്ക് എ സൈൻ ഫംഗ്ഷൻ ആയിട്ടോ കോസ് ഫംഗ്ഷൻ ആയിട്ടോ അവരുടെ ഒരു കോമ്പിനേഷൻ ആയിട്ടോ എഴുതാം. എ സൈൻ ഒമേഗ ടി എന്ന് എഴുതാം, എ കോസ് ഒമേഗ ടി എന്ന് എഴുതാം, എ സൈൻ ഒമേഗ ടി പ്ലസ് ബി കോസ് ഒമേഗ ടി എന്ന് എഴുതാം, എ സൈൻ ഒമേഗ ടി മൈനസ് ബി കോസ് ഒമേഗ ടി എന്ന് എഴുതാം. അങ്ങനെ പല രീതിയിൽ എഴുതാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എഴുതി. കണ്ടോ? എ സൈൻ ഒമേഗ ടി എന്ന് എഴുതി. അപ്പോൾ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് എ. ഈ ആദ്യം എഴുതിയിരിക്കുന്ന ലെറ്റർ ആണ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഹൈറ്റ് കേട്ടോ. രണ്ടാമത്തെയോ അൺഈക്വൽ ആംപ്ലിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ആൾ ഞാൻ എഴുതുമ്പോൾ y ഇസ് ഈക്വൽ ടു ബി സൈൻ. അപ്പോൾ ബി സൈൻ ഒമേഗ ടി പ്ലസ് π/2 എന്ന് എഴുതി. അതെന്താ അങ്ങനെ എഴുതിയേ? അൺഈക്വൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞതുകൊണ്ട്, ഒന്നാമത്തെ ആൾക്ക് എ എന്ന് എടുത്തു, രണ്ടാമത്തെ ആൾക്ക് വേറെ എന്തെങ്കിലും എടുത്തു, ബി. ഓക്കെ, അൺഈക്വൽ ആയിരിക്കണം ആംപ്ലിറ്റ്യൂഡ്സ്. ഒന്നാമത്തെ ആളുടെ ആംപ്ലിറ്റ്യൂഡ് എ, രണ്ടാമത്തെ ആളുടെ ആംപ്ലിറ്റ്യൂഡ് ബി, രണ്ടും ഡിഫറൻ്റ് ആയിരിക്കണം. പിന്നെ സെയിം ഫ്രീക്വൻസിയാണ്, അതുകൊണ്ടാണ് ഇവിടെ ഒമേഗ ഇവിടെ ഒമേഗ വന്നത്. പിന്നെ ഡിഫറിങ് ഇൻ ഫേസ് ബൈ π/2, അതുകൊണ്ട് ഒരാൾക്ക് ഒമേഗ ടി കൊടുത്തു, അടുത്തയാൾക്ക് ഒമേഗ ടി പ്ലസ് π/2. ഓക്കെ, അല്ലെങ്കിൽ ഒമേഗ ടി മൈനസ് π/2 കൊടുത്താലും മതി. അപ്പോൾ എന്തായാലും നമുക്കിത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ബി സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് π/2, അത് കോസ് ഒമേഗ ടി നമ്മൾ ക്ലാസ് 10 പഠിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. കണ്ടോ? ഇപ്പോൾ എക്സും വൈയും കിട്ടിയില്ലേ? ഞാൻ ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് എക്സ് ബൈ എ എഴുതാൻ പോവാം. എക്സ് ബൈ എ എന്താ? എ താഴേക്ക് കൊണ്ടുവന്ന എക്സ് ബൈ എ എന്ന് പറഞ്ഞാൽ സൈൻ ഒമേഗ ടി വരും അല്ലേ? എക്സ് ബൈ എ എന്ന് പറയുന്നത് സൈൻ ഒമേഗ ടി, ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി അതുപോലെ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് വൈ ബൈ ബി എടുത്തു. ഈ ബിയെ ഞാൻ താഴേക്ക് കൊണ്ടുവന്നു. അപ്പോൾ വൈ ബൈ ബി എന്താ? വൈ ബൈ ബി is equal to, ഈ ബി താഴേക്ക് വന്നാൽ ബാക്കിയുള്ളത് അവിടെ കോസ് ഒമേഗ ടി ആണ്. ഇനി നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഒരു സൈനും ഒരു കോസും വന്നാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് അവരെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യും. അപ്പോൾ ലെഫ്റ്റ് സൈഡ് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യും, റൈറ്റ് സൈഡും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യും. അപ്പോൾ ലെഫ്റ്റ് സൈഡ് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് എന്താ വരിക? എക്സ് ബൈ എയുടെ സ്ക്വയർ, എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ, പ്ലസ് രണ്ടാമത്തെ ആളെയോ വൈ ബൈ ബിയുടെ സ്ക്വയർ, വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു, റൈറ്റ് സൈഡിൽ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താലോ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് കോസ് സ്ക്വയർ ഒമേഗ ടി,
സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് കോസ് സ്ക്വയർ ഒമേഗ ടി ഇസ് ഈക്വൽ ടു 1 ആണ്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ക്ലാസ് 10ൽ പഠിക്കുന്ന ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ആട്ടോ 1 ആണ്. ഈ ഇക്വേഷൻ എന്തിൻ്റെ ഇക്വേഷൻ എന്നറിയോ? ഇപ്പം എഴുതിയ ഇക്വേഷൻ ഇല്ലേ, എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഇത് ഒരു എലിപ്സിൻ്റെ ഇക്വേഷൻ ആണ് കേട്ടോ. അപ്പോൾ എലിപ്സ് ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. എലിപ്റ്റിക്കൽ എന്നാണ് ഫൈനൽ ആൻസർ വരിക. ഇത് എലിപ്സ് നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഇത് എലിപ്സിൻ്റെ ഇക്വേഷൻ ആണ്. എലിപ്സ് എന്ന് പറയുന്ന ഒരു ഷേപ്പ് ഉണ്ട്. ഓക്കെ, നിങ്ങളത് ഗ്രാവിറ്റേഷനിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്നുണ്ട്. എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്ന് ഇങ്ങനെ ഇരിക്കും എലിപ്സ്. ശരിക്കും എലിപ്സിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് ആണ് സർക്കിൾ. എയും ബിയും ഈക്വൽ ആയാൽ സർക്കിളായിട്ട് മാറും. അത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ന് വന്നതുകൊണ്ട് ഇതൊരു എലിപ്സ് ആണെന്ന് പറയാം. അപ്പോൾ ഫൈനൽ ആൻസർ ഇവിടെ എന്തായിരിക്കും? എലിപ്റ്റിക്കൽ ആണ് കേട്ടോ. എലിപ്റ്റിക്കൽ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, ഇനി ഇതേ ക്വസ്റ്റ്യൻ ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് തരിക എന്ന് വയ്ക്കുക. ഇവിടെ അൺഈക്വൽ ആംപ്ലിറ്റ്യൂഡ് അല്ലേ, ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് തരിക. അൺഈക്വൽ അല്ലേ, ഈക്വലാ. അപ്പോൾ ഇയാളും എ തന്നെയായിരിക്കും. ഇത് എ, ഇത് എ. അപ്പോൾ ഇത് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ആവും. ആ കേസിൽ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 വരും. അതെന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കാം. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. അപ്പോൾ എ സ്ക്വയർ താഴെ കോമൺ ആണ്. അവരെ കോമൺ എടുത്ത് റൈറ്റിലോട്ട് കൊണ്ടുവന്നാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് വരും. ആ കേസിൽ അത് സർക്കിളിൻ്റെ ഇക്വേഷനാണ്. ഇത് എഴുതിയിരിക്കുന്ന സർക്കിളിൻ്റെ ഇക്വേഷനാണ്. കണ്ടോ? അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ ഈക്വൽ ആംപ്ലിറ്റ്യൂഡിൽ ചോദിച്ചാൽ ഇപ്പോൾ അൺഈക്വൽ ആംപ്ലിറ്റ്യൂഡിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കണ്ടോ? അതുകൊണ്ടാണ് എലിപ്സ് വന്നത്. ഇനി ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് ചോദിച്ചാൽ ഇത് എ സ്ക്വയർ, ഇത് എ സ്ക്വയർ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ആൻസർ സർക്കിൾ ചൂസ് ചെയ്യേണ്ടി വരും. ഓപ്ഷൻ ബി ചൂസ് ചെയ്യേണ്ടി വരും ആ കേസിൽ കേട്ടോ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നിർത്താം കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നിർത്താം. അടുത്തത് സെക്കൻഡ് പാർട്ടിൽ വരും. സിമ്പിൾ പെൻഡം ഹാസ് എ ടൈം പീരീഡ് T1. The point of suspension is now moved upward according to the equation y is equal to kt square. അപ്പോൾ സിമ്പിൾ പെൻഡലത്തിൻ്റെ ടൈം പീരീഡ് T1 ആണ്. T1ൻ്റെ ഇക്വേഷൻ എന്താ? 2 pi root of L by g. ഓക്കെ, പോയിന്റ് ഓഫ് സസ്പെൻഷൻ. അപ്പോൾ സിമ്പിൾ പെൻഡലം ഇങ്ങനെ കിടക്കുക. കണ്ടോ? ഇതാണ് സിമ്പിൾ പെൻഡലം. അതിൻ്റെ പോയിന്റ് ഓഫ് സസ്പെൻഷൻ എന്ന് പറയുന്നത് എവിടെയാ? ഈ കാണുന്നതാണ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ. കണ്ടോ? അതിനെ സസ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്ന പോയിന്റ് ഓഫ് സസ്പെൻഷൻ, കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലം. അപ്പോൾ ഇതാണ് അതിൻ്റെ പോയിന്റ് ഓഫ് സസ്പെൻഷൻ. കണ്ടോ? ഇറ്റ് ഈസ് മൂവ്ഡ് അപ്വേർഡ്. ഈ പോയിന്റ് ഓഫ് സസ്പെൻഷൻ മുകളിലേക്ക് കൊണ്ടുപോവുക. മൂവ്ഡ് അപ്വേർഡ് അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ y is equal to kt square. ഈ പോയിന്റ് ഓഫ് സസ്പെൻഷൻ മുകളിലേക്ക് പോകാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? ഈ പെൻഡിൽ അപ്പാടെ മുകളിലേക്ക് കൊണ്ടുപോവുക. മേ ബി അതൊരു ലിഫ്റ്റിനകത്തായിരിക്കും. പക്ഷെ ശരിക്കും ഇതൊരു ലിഫ്റ്റിനകത്തുള്ള കേസാണ്. ആക്സിലറേറ്റിംഗ് ലിഫ്റ്റിനകത്തുള്ള കേസാണ്. ഈ പെൻഡിൽ ഒരു ലിഫ്റ്റിനകത്തായിരിക്കുന്നത്. ആ ലിഫ്റ്റ് മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുക. നിങ്ങൾ പഠിച്ചിട്ടുള്ള കേസ് തന്നെയാണ്. ഈ പെൻഡിലിരിക്കുന്നത് ഒരു ലിഫ്റ്റിനകത്താണ്. ആ ലിഫ്റ്റ് മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുക. അതെങ്ങനെ എനിക്ക് മനസ്സിലായി? ഇവിടെ പറയുന്നത് പോയിന്റ് ഓഫ് സസ്പെൻഷൻ. ഇതാണ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ. കണ്ടോ? POS. അത് മൂവ്ഡ് അപ്വേർഡ് എന്നാണ് പറയുന്നത്. ഇതിങ്ങനെ ഇത് മാത്രമായിട്ട് മുകളിലേക്ക് പോകില്ലല്ലോ. ഹോൾ സിസ്റ്റം മുകളിലേക്ക് പോകുന്ന അവർ പറയുന്നത്. ഹോൾ സിസ്റ്റം മുകളിലേക്ക് പോകുന്നെങ്കിൽ അത് ഏതിനകത്തെങ്കിലും ഇരിക്കുക. ചിലപ്പോൾ ഒരു ലിഫ്റ്റിനകത്തായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പ്ലെയിനകത്തായിരിക്കും. എന്നിട്ട് പ്ലെയിൻ നേരെ മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുന്ന കേസാണ്. അത്രയും മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുന്ന കേസിൽ ടൈം പീരീഡ് എന്താ? T2 നമുക്കറിയാലോ. 2 pi into root of L by g plus a. മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്താൽ g plus a. മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്താൽ g plus a. താഴേക്ക് ആക്സിലറേറ്റ് ചെയ്താൽ g minus a എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ a കണ്ടുപിടിക്കണം. ഓക്കെ, ഞാനിവിടെ a ഒന്ന് ഇവിടെ കണ്ടുപിടിക്കാം കേട്ടോ. ആദ്യം തന്നെ y is equal to kt square എന്ന് എഴുതി. ഞാൻ dy by dt എടുക്കാം. വെലോസിറ്റി കിട്ടും. k ഇൻറ്റു എന്താ ടി സ്ക്വയറിൻ്റെ ഡിഫറൻസിയേഷൻ? ടി സ്ക്വയറിൻ്റെ ഡിഫറൻസിയേഷൻ എന്താ? 2 into t raised to 1. ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ. കെ അങ്ങനെ നിൽക്കട്ടെ, 2 അങ്ങനെ നിൽക്കട്ടെ. 2ൻ്റെ ഡിഫറൻസിയേഷൻ 1. ഈ എഴുതിയ ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ. കണ്ടോ? ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയറിനെയാണ് ആക്സിലറേഷൻ എന്ന് പറയുക. ദറ്റ് ഈസ് ഈക്വൽ ടു കെയുടെ വാല്യൂ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടല്ലോ. കെ ഈസ് ഈക്വൽ ടു 1 എന്ന് ക്വസ്റ്റൻ തന്നിട്ടുണ്ട്. കണ്ടോ? 1 into 2. സോ 2 meter per second square എന്ന് കിട്ടി. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. ദറ്റ് ഈസ് ഈക്വൽ ടു 2 pi into root of L by g plus 2. ദാ ഈ എക്ക് പകരം എനിക്ക് ഇവിടുന്ന് എ കിട്ടിയത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. g plus 2. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? T1 square by T2 square. നമുക്ക് നോക്കാം കേട്ടോ.
T1 സ്ക്വയർ ബൈ T2 സ്ക്വയർ. എന്താ സ്ക്വയർ? ഇതാ ഇയാളുടെ സ്ക്വയർ എന്താ? 2ൻ്റെ സ്ക്വയർ 4 പൈ സ്ക്വയർ L/G ബൈ താഴെ ഇയാളുടെ സ്ക്വയർ അതെന്താ? 2πയുടെ സ്ക്വയർ 4π സ്ക്വയർ, പിന്നെ ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ ആ റൂട്ട് പോവും, ബാക്കി L/G പ്ലസ് 2. കോമൺ ടേംസ് കട്ട് ചെയ്യാം. 4π സ്ക്വയർ L കട്ട് ചെയ്താൽ ഫൈനലി നമുക്ക് കിട്ടുന്നത് 1/G ബൈ 1/G പ്ലസ് 2. ഇപ്പോൾ റെസിപ്രോക്കൽ എടുക്കാം കേട്ടോ. G പ്ലസ് 2/G. G എന്ന് പറയുന്നത് 10 ആണ്. 10 പ്ലസ് 2/10 വരും, 12/10 വരും, 6/5 എന്ന ആൻസർ വരും. ഓപ്ഷൻ നോക്കാം നമുക്ക്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ കേട്ടോ. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, പ്രീവിയസ് JEE ക്വസ്റ്റൻ ആണ്. അങ്ങനെ തന്നെ നീറ്റ് എക്സാമിനേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഇത് നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. കുറച്ച് ട്രിക്കിയാണ് കേട്ടോ. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത് ഈ പോയിന്റ് ഓഫ് സസ്പെൻഷൻ മുകളിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതൊരു ലിഫ്റ്റ് മുകളിലേക്ക് പോകുന്ന കേസാണെന്ന് ഓർത്താൽ മതി കേട്ടോ. ലിഫ്റ്റ് മുകളിലേക്ക് പോകുന്ന കേസാണെങ്കിൽ 2π√L/G+A ആണ് ഇക്വേഷൻ. അതിൽ ആക്സലറേഷൻ ഞാൻ ഇവിടെ കണ്ടുപിടിച്ചു, നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്ക് പകരം കണ്ടോ. പിന്നെ ഇവർ രണ്ടുപേരെയും സ്ക്വയർ ചെയ്ത് ഡിവൈഡ് ചെയ്തു, കാരണം അതാണ് ക്വസ്റ്റ്യൻ T1 സ്ക്വയർ ബൈ T2 സ്ക്വയർ. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ റാപ്പിഡ് ഫയർ സീരീസിലെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. സെക്കൻഡ് പാർട്ട് നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഓക്കെ, ടിൽ വി മീറ്റ് അഗെയിൻ, ബൈ.